The next is that a definition of goods and service tax. What is the definition given by law regarding goods and service tax? GST is a comprehensive, multi-stage, destination-based tax that shall be levied on every value additions. നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ വാല്യൂ അഡീഷനിലും നമ്മൾ ഈ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. GST is a comprehensive. Comprehensive means not simple. Simple അല്ല. Multi-stage, destination-based tax that will be levied on every value addition. What do you mean by multi-stage? Multi-stage means that at different stages, there are multiple stages of hands an item goes through along the supply chain from manufacturer to the final sale to the consumer. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് ഫൈനൽ കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തുന്നത് വരെ there are various stages. പല ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ഓൾ ദീസ് സ്റ്റേജസ് ആർ നോൺ ആസ് മൾട്ടി സ്റ്റേജ്. ഒരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ദർ ആർ ലോട്ട് ഓഫ് സ്റ്റേജസ് ടു ബി കംപ്ലീറ്റഡ്. Then there is an example. What are the different stages? The first is that a purchase of raw materials. നമ്മൾ raw materials purchase ചെയ്യണം. പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറർ, അത് റോ മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റോ മെറ്റീരിയൽസിനെ മാനുഫാക്ചറിങ് സ്റ്റേജിലേക്ക് വന്ന് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്നു. റോ മെറ്റീരിയലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫിനിഷ് ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്നു. ദെൻ വെയർ ഹൗസിംഗ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, നമ്മൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്യുന്നതിനാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുക. ദെൻ സെയിൽ ടു ഹോൾസെയിലർ, അതൊരു മൊത്ത വ്യാപാരിക്ക് നമ്മൾ വിൽക്കുന്നു. സെയിൽ ഓഫ് ദി പ്രോഡക്റ്റ് ടു ദി റീറ്റെയിലർ, ഹോൾസെയിലർ അത് റീറ്റെയിലറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ദെൻ അൾട്ടിമേറ്റ് ടു ദി കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് പോകുന്നു. ദീസ് ആർ ദി മൾട്ടി സ്റ്റേജസ്. That is purchase of raw materials, production or manufacture, warehousing of finished goods, sale to wholesaler, sale of the product to retailer, then the ultimate sale to end consumers. But there are several stages to be completed. All these stages are known as multi-stage. The raw material finished product ആയിട്ട് ഒരു കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് വേണം. Goods and service tax, that is GST, will be levied on each of these stages which make it a multi-stage tax. ഈ ഓരോ സ്റ്റേജിലും ടാക്സബിൾ ആണ്. ആ ഓരോ സ്റ്റേജിലെയും GST ലെവി ചെയ്തുകൊണ്ട് GST ഈടാക്കിക്കൊണ്ട് ഇത് ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവിടെ ഒരു മൾട്ടി സ്റ്റേജ് ടാക്സേഷൻ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദി എയിം ഓഫ് GST. ദെൻ വാല്യൂ അഡീഷൻ. വാട്ട് ഡു മീൻ ബൈ വാല്യൂ അഡീഷൻ? അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഒരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അത് ഡിഫറെൻറ്റ് സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്യണം. ആ ഡിഫറെൻറ്റ് സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓൾ ദീസ് സ്റ്റേജസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഓൾ ദീസ് സ്റ്റേജസിൽ നമ്മൾ GST ആഡ് ചെയ്തിരിക്കണം. വാല്യൂ അഡീഷൻ മീൻസ് ദാറ്റ് ദി മോണിറ്ററി വർത്ത് ആഡഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ടു അച്ചീവ് ദി ഫൈനൽ സെയിൽ അറ്റ് ദി എൻഡ് കൺസ്യൂമേഴ്സ്. മോണിറ്ററി വർത്ത് added to each stage to achieve the final sale to the end consumers. നമ്മളിപ്പോൾ പറഞ്ഞു ഒരു പ്രോഡക്റ്റ് നമുക്ക് ഫൈനൽ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ എൻഡ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് സ്റ്റേജസ്, ഡിഫറെൻറ്റ് സ്റ്റേജസ്, മൾട്ടി സ്റ്റേജസ് ഉണ്ട്. ആ ഓരോ സ്റ്റേജസിലും നമ്മൾ ആഡ് ചെയ്യുന്ന മോണിറ്ററി വർത്ത്, നമ്മൾ ക്യാഷ് ആയിട്ട് ആഡ് ചെയ്യുന്ന മോണിറ്ററി വർത്ത് ആഡഡ് അറ്റ് ഈച്ച് സ്റ്റേജ്, ഓരോ സ്റ്റേജിലും നമ്മൾ മോണിറ്ററി വർത്ത് ആഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ടാക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ടു അച്ചീവ് ദി ഫൈനൽ സെയിൽ ടു ദി എൻഡ് കൺസ്യൂമർ. എൻഡ് കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമ്മൾ അതിന് ചാർജ് ചെയ്യുന്ന മോണിറ്ററി അഡീഷൻസിനെയാണ് എന്ത് പറയുക, വാല്യൂ അഡീഷൻസ് എന്ന് പറയുക. നമ്മൾ ആ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ഓരോ സ്റ്റേജ് നമ്മൾ പറഞ്ഞു, റോ മെറ്റീരിയൽ വാങ്ങിച്ചു, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി, വെയർ ഹൗസിലേക്ക് പോയി, ഹോൾസെയിലർക്ക് കൊടുത്തു, ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുത്തു, റീറ്റെയിലർ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു. ആ ഓരോ സ്റ്റേജിലും നമ്മൾ ചാർജ് ചെയ്യുന്ന വാല്യൂ അഡീഷനെ, വാല്യൂ അഡീഷൻ മീൻസ് ദി മോണിറ്ററി വർത്ത്, മോണിറ്ററി വാല്യൂ added at each stage is known as value addition. Then GST is based on destination based. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അറിയായില്ലേ, എവിടെയാണോ ഈ സെയിൽ നടക്കുന്നത് ആ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ് GST നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഹിയർ മീൻസ് ദാറ്റ് there is a common national market, thereby making Indian commodities and services increasingly competitive in both local as well as global markets. GST is charged on destination based goods and service tax at the point of consumption. എവിടെയാണോ ഇത് കൺസ്യൂം ചെയ്യുന്നത്, ഇപ്പം കേരളത്തിൽ തന്നെയാണ് കേരളത്തിൽ, മറ്റൊരു സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിൽ, എബ്രോഡ് ആണെങ്കിൽ എബ്രോഡ്,
എവിടെയാണോ ഇത് കൺസ്യൂം ചെയ്യുന്നത് ആ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് ഇറ്റ് ക്രിയേറ്റ് എ കോമൺ നാഷണൽ മാർക്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു വൺ കൺട്രി വൺ ടാക്സ് ആണ് ജി എസ് ടിയുടെ സ്ലോഗൻ, അല്ലെങ്കിൽ ജി എസ് ടിയുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ വൺ കൺട്രി വൺ ടാക്സ് ആണ്. ഇറ്റ് ഈസ് എ കോമൺ നാഷണൽ മാർക്കറ്റ് ആൻഡ് ദെയർബൈ മേക്കിംഗ് ഇന്ത്യൻ കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ് ഇൻക്രീസിംഗ്ലി കോമ്പറ്റീറ്റീവ് ഇൻ ബോത്ത് ലോക്കൽ ആസ് വെൽ ആസ് ഗ്ലോബൽ മാർക്കറ്റ്. ഇന്ത്യൻ കമ്മോഡിറ്റീസിനെ കോമ്പറ്റീറ്റീവ് ആക്കിയിട്ട് ലോക്കൽ ആസ് വെൽ ആസ് ഗ്ലോബൽ മാർക്കറ്റിൽ അതിനെ കോമ്പറ്റീറ്റീവ് ആക്കുക എന്നുള്ളതാണ് ജി എസ് ടിയുടെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ. എവിടെയാണോ അത് മാർക്കറ്റബിൾ ചെയ്യുന്നത് ദെൻ ദേ ഗോട്ട് എ കോമൺ മാർക്കറ്റ്. ഓരോ സ്ഥലത്തും വ്യത്യാസമൊന്നുമില്ല, ഇന്ത്യയിലോ എബ്രോഡിലോ എവിടെയാണെങ്കിലും ഇറ്റ് ക്രിയേറ്റ് എ കോമൺ മാർക്കറ്റ്. Then what are the features of GST? GST will be on supply. GST supply based ആണ്. That is GST will be on supply of goods or services or both in India with effect from 1st July 2017. 1st July 2017 ബേസ് ചെയ്തുകൊണ്ട് GST will be based on the supply, based on charging tax. Supply ബേസ് ചെയ്തുകൊണ്ടാണ് ടാക്സ് ഈടാക്കുന്നത്. For supplies inside state, CGST will be applied to central government and SGST will be allocated to the state government. Inside the state ആണെങ്കിൽ ടോട്ടൽ ജി എസ് ടിയിൽ സെൻട്രൽ ഗവൺമെൻറ് ജി എസ് ടി ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ജി എസ് ടി ഉണ്ട്. CGST will be applied to central government and SGST will be allocated to സ്റ്റേറ്റ് ഗവൺമെൻറ്. മൊത്തത്തിലുള്ള ജി എസ് ടിയെ രണ്ടായിട്ട് തിരിച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ് ജി എസ് ടിയും സ്റ്റേറ്റ് ഗവൺമെൻറ് ജി എസ് ടിയും. ഫോർ ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് IGST means Integrated Goods and Service Tax. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ തമിഴ്നാടും കർണാടകവും ആണെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് ജി എസ് ടി ആണ്. ദാറ്റ് ഈസ് പേയബിൾ ടു സെൻട്രൽ ഗവൺമെൻറ്. SGST ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളത്, CGST സെൻട്രൽ ഗവൺമെൻറ്റിനാണ്, ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി സെൻട്രൽ ഗവൺമെൻറ്റിന്. GST ഈസ് ബേസ്ഡ് ഓൺ വാല്യൂ ആഡഡ് ടാക്സ് കൺസെപ്റ്റ് ബൈ അലോയിങ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ടു അവോയ്ഡ് എസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സസ്. ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പൊക്കെ മാറ്റാൻ പറ്റും, ഇനി ഡബിൾ ടാക്സേഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും. GST ഈസ് ബേസ്ഡ് ഓൺ വാല്യൂ ആഡഡ് ടാക്സ് കൺസെപ്റ്റ് ബൈ അലോവിങ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. GST വാല്യൂ ആഡഡ് ടാക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വാല്യൂ അഡീഷൻ മീൻസ് ദി മോണിറ്ററി വർത്ത് ആഡഡ് അറ്റ് ഈച്ച് സ്റ്റേജിനെയാണ് വാല്യൂ അഡീഷൻസ് എന്ന് പറയുക. അപ്പോൾ GST ഈസ് ബേസ്ഡ് ഓൺ വാല്യൂ ആഡഡ് ടാക്സ് കൺസെപ്റ്റ്. ദെൻ GST ഈസ് എ കൺസംഷൻ ബേസ്ഡ് ടാക്സ്. It means that tax is payable in the state where goods and services are finally consumed. GST എപ്പോഴും കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ദി GST ഈസ് ചാർജ്ഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ഫൈനലി കൺസ്യൂംഡ്. എവിടെയാണോ ഇത് ഫൈനൽ കൺസംഷൻ നടക്കുന്നത് ആ ഫൈനൽ കൺസംഷനിലാണ് GST നമ്മൾ ടാക്സ് ചെയ്യുക. മനസ്സിലായല്ലോ ഫീച്ചേഴ്സ് ഓഫ് GST എന്താണെന്ന്. GST സപ്ലൈയെ ബേസ് ചെയ്തുകൊണ്ടാണ്. CGST, SGST ഉണ്ട്. CGST means Central GST, SGST State GST. Then IGST means Integrated GST, between states ആകുമ്പോഴാണ് IGST. വാല്യൂ ആഡഡ് ടാക്സ് കൺസെപ്റ്റ് ആണ്. ദെൻ ഓൺ കൺസംഷൻ ബേസ്ഡ് ആണ് GST നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.